എങ്ങോട്ടെങ്കിലും പൊക്കോ മോളെ. ഞാൻ ഇന്ന് ഹോസ്റ്റലിലേക്ക് മാറും ചേച്ചി. എനിക്ക് വിക്ടോറിയയിൽ അഡ്മിഷൻ കിട്ടി. അയാളുടെ കയ്യിൽ പെടുന്നതിന് മുൻപ് മോള് പൊക്കോ. എന്തുണ്ടെങ്കിലും ചേച്ചിമാരെ വിളിക്കണം. ധന്യയും തീർത്ഥയും അവളെ ചേർത്ത് പിടിച്ചു. പെട്ടെന്ന് ആരുടെയൊക്കെയോ ശബ്ദം കേട്ട് അവൾ ചിന്തയിൽ നിന്നുണർന്നു. ഇപ്പോഴും പിരിയാനാണ് തീരുമാനമെങ്കിൽ രണ്ടുപേരും ഇവിടെ ഒപ്പിട്ടോളൂ. ജയ്യുടെ കണ്ണുകളിൽ സന്തോഷമായിരുന്നെങ്കിൽ അവളുടെ കണ്ണുകളിൽ നിർവികാരതയായിരുന്നു. അവൻ പേന വാങ്ങി ഒപ്പിട്ടു. അവൾ അവനെ ഒന്ന് നോക്കി. അവളുടെ കണ്ണുകളിലെ ദയനീയത അവനിൽ ലഹരിയുണർത്തി. ഒരു ദീർഘനിശ്വാസത്തോടെ അവളും അതിൽ ഒപ്പിട്ടു. ശേഷം അവൾ അവളുടെ താലി ഊരി മാറ്റി. അവളുടെ കണ്ണുകളിൽ നിന്നും നീർത്തുള്ളികൾ താലിയിൽ വീണുടഞ്ഞു. അവൾ അതിനെ അയാളുടെ കൈകളിലേക്ക് കൊടുത്തു. കോടതിയിൽ നിന്നും പുറത്തിറങ്ങിയതും ജയ് ആ താലി നിലത്തേക്കെറിഞ്ഞിട്ട് അവളുടെ അടുത്തേക്ക് നടന്നു. പറയുന്നതനുസരിച്ചാൽ നിനക്ക് കൊള്ളാം, അല്ലെങ്കിൽ അറിയാലോ. കണ്ണുകൾ കൊണ്ട് അവളെ ഒന്ന് ഒഴുങ്ങി നോക്കി അവൻ വിദ്യയുടെ ഇടുപ്പിൽ കൈ ചേർത്ത് കാറിൻ്റെ അരികിലേക്ക് നടന്നു. തീർത്ഥ നേരെ അവളുടെ തറവാട്ടിലേക്കാണ് ചെന്നത്. മുറ്റത്തെ 2 അസ്ഥിത്തറകളുടെ അടുത്തേക്ക് ചെന്നു. അവൾ അവിടെ ഇരുന്നു. അച്ഛാ, അമ്മേ. അവളിൽ നിന്നും കണ്ണുനീർ ഒഴുകി. അത്രയും നാൾ അനുഭവിച്ചതൊക്കെ അവൾ അവളുടെ പ്രിയപ്പെട്ടവർക്ക് മുന്നിൽ ഇറക്കി വെച്ചു. അവളുടെ മുത്തശ്ശിയായ സരസ്വതിയും മുത്തശ്ശൻ ഭാസ്കരനും അവളുടെ പിന്നിൽ നിന്ന് എല്ലാം കേൾക്കുന്നത് അവൾ അറിഞ്ഞില്ല. ഒരു മുള്ളുകൊണ്ടാൽ പോലും കണ്ണുകൾ നിറയുന്ന തങ്ങളുടെ പേരക്കുട്ടി അനുഭവിച്ചതൊക്കെ അറിഞ്ഞ് അവരുടെ നെഞ്ചു പൊടിഞ്ഞു പോയി. ഭാസ്കരൻ മാഷിന് അയാളുടെ ഹൃദയം നിൽക്കുന്നത് പോലെ തോന്നി. അവരുടെ തേങ്ങൽ കേട്ട തീർത്ഥ ഞെട്ടിപ്പുറകിലേക്ക് നോക്കി. അവൾ മുത്തശ്ശിയെയും മുത്തശ്ശനെയും കണ്ട് പകച്ചു. ഭഗവതി! നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഭാസ്കരൻ മാഷ് വീഴാനാഞ്ഞു. മുത്തശ്ശ! അവൾ ഒരു നിലവിളിയോടെ അയാളുടെ തോളിൽ താങ്ങി. അയാളുടെ കണ്ണുകൾ മെല്ലെ അടഞ്ഞു. സരസ്വതിയമ്മ പെട്ടെന്ന് അവളോട് പറഞ്ഞു, മോളെ, പെട്ടെന്നൊരു വണ്ടി വിളിക്ക്. പകച്ചു നിൽക്കുകയായിരുന്നു തീർത്ഥ. പെട്ടെന്ന് ഫോൺ എടുത്ത് കയ്യിലുള്ള ഒരു ടാക്സി ഡ്രൈവറുടെ നമ്പറിലേക്ക് വിളിച്ചു. പക്ഷേ കോള് പോകുന്നുണ്ടായിരുന്നില്ല. അവൾ മറ്റു ചില നമ്പറുകളിലേക്ക് കൂടി വിളിച്ചു. അവൾ കാര്യം പറഞ്ഞെങ്കിലും മറുപടി അവളെ കൂടുതൽ സങ്കടത്തിലാഴ്ത്തി. അവൾ ഓടി റോഡിലേക്ക് ഇറങ്ങി. രഞ്ജു, എന്നെ ഒന്ന് എയർപോർട്ടിൽ കൊണ്ടുവിട്ടെ. ദിവാകർ ഒരു ബിസിനസ് മീറ്റിങ്ങിന് പോകാൻ ഒരുങ്ങിയാണ്. അച്ഛാ, അർജു ഇല്ലേ അവിടെ? അവൻ വരും. അവൻ നിന്നെ പോലെ വെറുതെ ഇരിക്കുമല്ല. അർജു ഓഫീസിൽ പോയി. രഞ്ജു, എന്താ അച്ഛാ നീ ഇങ്ങനെ നശിക്കുന്നത് ആർക്കു വേണ്ടിയാടാ? അച്ഛൻ എന്താ പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം. അത് വേണ്ടച്ചാ. തോറ്റവനാ ഞാൻ. അതും ഞാൻ പ്രണയിച്ച് വിവാഹം കഴിച്ചവൾ. അവൾ അങ്ങനെ ചെയ്തെന്ന് എനിക്ക് ഇനിയും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. എടാ, അവിടെ നിന്റെ തെറ്റെന്താ? ഞാനും എല്ലാവരും എല്ലാം കാണുന്നുണ്ടായിരുന്നതല്ലേ. നീ അവളെ എങ്ങനെയാണ് സ്നേഹിച്ചതെന്നും എനിക്കും എല്ലാവർക്കും അറിയാം. അവിടെ ഒരിക്കലും തോറ്റത് നീയല്ല, അവളാണ്. അച്ഛൻ പറയുന്നത് മനസ്സിലാവാഞ്ഞിട്ടില്ല. പക്ഷേ എന്തോ രഞ്ജു, എൻ്റെ ജീവിതത്തിലെ 2ാമത്തെ പ്രണയമാണ് നിന്റെ അമ്മ. ആദ്യം പ്രണയിച്ചവൾ ഒരു ഗൾഫുകാരൻ്റെ കൂടെ ആലോചന വന്നപ്പോൾ എന്നെ വേണ്ടെന്ന് വെച്ചു. ഡിപ്രഷനിലേക്ക് പോയ എന്നെ കരയ്ക്ക് കയറ്റിയത് അവളാ, ഉറ്റ സുഹൃത്തിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട്. അപ്പോഴും അവൾ എന്നോടുള്ള സ്നേഹം മനസ്സിൽ ഒളിച്ചു വെച്ചിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. ഒടുവിൽ അതെനിക്ക് മനസ്സിലാക്കി തന്നത് അവളുടെ ഡയറിയാണ്. ഇത്രയും കൊല്ലമായിട്ടും ഞങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിന് ഒരു തരിമ്പ് പോലും കുറവ് വന്നിട്ടില്ല. ഒരാളെ പോലെ ആവില്ലല്ലോടാ എല്ലാവരും. നീ ചിന്തിക്ക, എന്നിട്ട് നല്ലൊരു തീരുമാനമെടുക്കുക. ഞങ്ങളൊക്കെ ഇല്ലടാ മോനെ. അവരുടെ യാത്രക്കിടയിലെ സംസാരം അങ്ങനെ നീണ്ടുപോയി. പെട്ടെന്നാണ് ഒരു പെൺകുട്ടി റോഡിൽ നിന്ന് വണ്ടികൾക്ക് കൈ കാണിക്കുന്നത് അയാൾ കണ്ടത്. ആരും നിർത്തുന്നില്ല എന്ന് കണ്ട ദിവാകർ പറഞ്ഞു, രഞ്ജു, വണ്ടി ഒന്ന് ഒതുക്ക്. അച്ഛാ, അത് വൈകിയില്ലേ ഇപ്പം തന്നെ? അയാൾ അവനെ ഒന്ന് നോക്കി. രഞ്ജു ഒന്നും മിണ്ടാതെ കാർ അവളുടെ അരികിലായി ഒതുക്കി. സർ, എൻ്റെ മുത്തശ്ശൻ അവിടെ, സഹായിക്കണം സർ, പ്ലീസ്. ഒന്ന് ഹോസ്പിറ്റലിൽ വരെ, വേറെ ആരും ഇല്ലാഞ്ഞിട്ടാ. കരഞ്ഞുകൊണ്ട് കൈകൂപ്പുന്ന അവളെ കണ്ട് ദിവാകർ ഒന്ന് നോക്കി. എന്നിട്ട് പുറത്തേക്കിറങ്ങി. രഞ്ജുവും പിന്നാലെ ഇറങ്ങി. മോളെ, കരയല്ലേ, മുത്തശ്ശനൊന്നും പറ്റില്ല, വന്നേ. അവർ അവൾക്കൊപ്പം ഉള്ളിലേക്ക് നടന്നു.
സരസ്വതിയുടെ മടിയിൽ കിടക്കുന്നയാളെ കണ്ട ദിവാകർ തറഞ്ഞു നിന്നു. മാഷ്? അയാളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു. ദിവാകർ ഓടിച്ചെന്ന് ഭാസ്കരൻ മാഷിനെ താങ്ങി കാറിലേക്ക് കയറ്റി. രഞ്ജു ഉടനെ തന്നെ അവരുടെ ഹോസ്പിറ്റലിൽ വിളിച്ച് എമർജൻസി അറിയിച്ചു. എന്നിട്ട് മാഷിന് ചെറിയ രീതിയിൽ ഫസ്റ്റ് എയ്ഡ് നൽകി. ഒപ്പം തീർത്ഥയും സരസ്വതിയും കയറി. ആ കാർ കയറിയത് മടത്തിൽ ഗ്രൂപ്പിന്റെ ഹോസ്പിറ്റലിലാണ്, അതായത് ദിവാകറിന്റെ സ്വന്തം ഹോസ്പിറ്റലിൽ. അറ്റൻഡേഴ്സ് വന്ന് ചെയറിൽ മാഷിനെ കൊണ്ടുപോയി. തീർത്ഥയും സരസ്വതിയും ദിവാകറും ഒപ്പം രഞ്ജുവും ഉള്ളിലേക്ക് കയറി. തീർത്ഥ കയ്യിലെ പേഴ്സ് നോക്കി. 2000-ന്റെ 2 നോട്ടുകൾ. മഹാദേവ, ഇത് മതിയാവോ? അറിയില്ല. അവൾ കഴുത്തിലെ ചെയിനിലേക്ക് നോക്കി. ഇത് വിൽക്കാം. അച്ഛൻ്റെ സമ്മാനം, അവസാനത്തെ സമ്മാനം. അവളിൽ മിഴിനീരൂറി. അവൾ കണ്ണുകൾ അമർത്തി തുടച്ചു. ഇത്രയും നേരം ദിവാകർ അവളെ വീക്ഷിക്കുകയായിരുന്നു. അയാൾക്ക് അലിവ് തോന്നി. ഒരു പാവം പെണ്ണ്. തന്നെ കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ട് മാഷ്. തൻ്റെ രാമൻ്റെ മകളാകണം ഇത്. അയാൾ അവളുടെ അടുത്ത് ചെന്നു. ദിവാകറിനെ കണ്ടപ്പോഴാണ് അവൾക്ക് അവരുടെ കാര്യം ഓർമ്മ വന്നത്. അവൾക്ക് ഭയം തോന്നി. വലിയ ആൾക്കാരാണ്, തിരക്കുകൾ ഉണ്ടാവില്ലേ? ക്ഷമിക്കണം സാർ, നിങ്ങളുടെ കാര്യം ഞാൻ ആ നേരത്തെ ടെൻഷനിൽ. നേരെ കൂപ്പിയ കൈകൾ ശാസനയോടെ അയാൾ പിടിച്ചു താഴ്ത്തി. സാറല്ല മോളെ, അങ്കിളെന്ന് വിളിച്ചോ. ഇത് എൻ്റെ ഹോസ്പിറ്റലാ. കാശിൻ്റെ കാര്യമൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട കേട്ടോ. രാമചന്ദ്രൻ്റെ മോളാണോ? മാഷ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് യൂണിവേഴ്സിറ്റി കോളേജിൽ. രാമൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു. ദിവ്യങ്കിളാണോ? അതെ. അവളുടെ തലമുടിയിലൂടെ വിരലോടിച്ചു. അവൻ എന്ത് ചെയ്യുന്നിട്ട്? ഒരുപാട് കാലമായി കണ്ടിട്ട്. ഞാൻ ഡിഗ്രി കഴിഞ്ഞ ഉടനെ ഗൾഫിലേക്ക് പോയതാ. പിന്നീട് ബിസിനസ്സിൻ്റെ തിരക്കൊക്കെ ആയിട്ട്. ഇപ്പോഴും ഞാൻ അവിടെയാണ്. ഇടയ്ക്ക് നാട്ടിലേക്ക് വരുമെന്നേ ഉള്ളൂ. ഫാമിലി ഇവിടെയാണ്. നാട്ടിലേക്ക് മാറണം ഇനി. ഇതിനിടയിൽ അവൻ്റെ കോണ്ടാക്ട്സ് ഒക്കെ പോയി. പറയും പോലെ അവനെവിടെ? അച്ഛനും അമ്മയും 1 വർഷം മുൻപ് ഒരു ആക്സിഡൻറ്റിൽ. അയാൾ തരിച്ചു നിന്നു. എൻ്റെ രാമൻ. ദിവാകറിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. മോളുടെ പേരെന്താ? തീർത്ഥ. അടുത്തുനിന്ന് രഞ്ജു ആ പേരൊന്നുകൂടി മന്ത്രിച്ചു. ശരിക്കും പുണ്യതീർത്ഥം പോലെ നിർമ്മലമായവൾ. അപ്പോഴേക്കും ഡോക്ടർ പുറത്തേക്ക് വന്നിരുന്നു. ദിവാകർ അവളെയും കൊണ്ട് ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോയി. എന്തായി ഡോക്ടർ? സർ, ആളിപ്പോൾ ഓക്കെയാണ്. മൈനർ അറ്റാക്ക് ആയിരുന്നു. ബോഡിയൊക്കെ വീക്കാണ്. അതുകൊണ്ട് ഒന്നുകൂടെ മനസ്സിന് വിഷമം ഉണ്ടാക്കുന്നതൊന്നും വരാതെ നോക്കിയാൽ മതി സാർ. ഇപ്പോൾ മയക്കത്തിലാണ്. 2 മണിക്കൂർ കഴിഞ്ഞ് മുറിയിലേക്ക് മാറ്റാം. അപ്പോൾ കയറി കാണാം. അവൾക്കും ആശ്വാസമായി. എൻ്റെ മഹാദേവ, നീ കാത്തു. മോള് ചെല്ല്. മാഷിപ്പോൾ ഓക്കെയാണ്. ക്യാൻറ്റീനിൽ പോയി എന്തെങ്കിലും കഴിക്ക്. മുത്തശ്ശിക്കും വാങ്ങിക്കോ. രഞ്ജു, നീ മോളെയും കൂട്ടി ക്യാൻറ്റീനിൽ പോയി കഴിക്കാൻ വാങ്ങിക്കൊടുക്കുക. ഞാൻ കണക്കൊന്ന് സെറ്റിൽ ചെയ്യട്ടെ. ശരി അച്ഛാ. മോള് അവൻ്റെ കൂടെ പൊക്കോ. ഇട്ടിരുന്ന ചുരിദാറിൽ കൈ തെരുപ്പിടിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന അവളോട് അയാൾ പറഞ്ഞു. താൻ വായോ. രഞ്ജു പറഞ്ഞുകൊണ്ട് മുന്നേ നടന്നു. മുത്തശ്ശി, ഞാൻ പോയിട്ട് വരാം. അവൻ പോകുന്നത് കണ്ട് അവളും അവൻ്റെ പുറകെ ധൃതിയിൽ പോയി. ക്യാൻറ്റീനിൽ എത്തിയതും അവൻ അവളോട് കൈ കഴുകി വരാൻ പറഞ്ഞു. അവളൊന്ന് ചുറ്റും നോക്കിയിട്ട് അവനെ തന്നെ ദയനീയമായി നോക്കി. അവന് ചിരി വന്നു. താൻ വാ. അവൻ അവളെയും കൊണ്ട് വാഷ് ഏരിയയിലേക്ക് പോയി. കൈ കഴുകി വന്നിരുന്നു. ഇയാൾക്ക് എന്താ വേണ്ടത്? അവൻ്റെ ചോദ്യം കേട്ട് അവളൊന്ന് പരുങ്ങി. അങ്ങനെയൊന്നുമില്ല. കാറ്റുപോലെ നേർത്ത ഒരു ശബ്ദം. കേട്ടില്ല. എന്താ? അവൾ ചുമൽ കൂച്ചി കാണിച്ചു. അവളോട് ചോദിച്ചിരുന്നാൽ ഒന്നും നടക്കില്ലെന്ന് മനസ്സിലായ രഞ്ജു ഒരു ഊണ് വാങ്ങി. ഒപ്പം ഒരു വറുത്ത മീനും അവളുടെ മുന്നിൽ വെച്ചു. അവൾ മടിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ അവൻ ചോദിച്ചു, എന്തേ, അത് കഴിക്കുന്നില്ലേ? ആര്? അവൾ അവന് നേർക്ക് മുഖം ചലിപ്പിച്ചു. അവനിൽ ഒരു പുഞ്ചിരി വിടർന്നു. ഞാൻ കഴിച്ചിട്ടാടോ വന്നത് വീട്ടിൽ നിന്നും. ഇവ വിശപ്പില്ല. ഇയാൾ കഴിക്കും. അപ്പോഴും അവൾ അവനെ നിർബന്ധിക്കുന്നത് പോലെ നോക്കി. അവൻ വേണ്ട എന്ന മട്ടിൽ കണ്ണു ചിമ്മി. അവൾ കഴിച്ചു തുടങ്ങി. വളരെ വൃത്തിയിലും ചിട്ടയോടെയും കഴിക്കുന്ന അവളെ ഒരു മാത്ര അവനൊന്ന് നോക്കി. അപ്പോഴേക്കും
അവിടെ അവൻ്റെ ഉള്ളിൽ അനുപമയുടെ മുഖം തെളിഞ്ഞു. അവൻ ഈർഷ്യയുടെ മുഖം കുടഞ്ഞു. അവനിലെ ഭാവമാറ്റം എന്തെന്നറിയാതെ അവളിരുന്നു. ചോദിക്കാൻ ധൈര്യവും വന്നില്ല. അവൻ നോക്കുമ്പോൾ അവളുടെ കണ്ണുകൾ തന്നിലാണ്, മുഖത്ത് ചോദ്യഭാവവും. അവൻ്റെ ചൊടികളിൽ വീണ്ടും പുഞ്ചിരി സ്ഥാനം പിടിച്ചു. അപ്പോഴാണ് ദിവാകറും രഞ്ജുവും അവിടെയുണ്ടെന്നറിഞ്ഞ് അർജുൻ അവിടേക്ക് വന്നത്. രഞ്ജുവിനെ അന്വേഷിച്ച് അവൻ ക്യാൻറ്റീനിലേക്ക് നടന്നു. അപ്പോൾ അവൻ കണ്ടത് പുഞ്ചിരി നിറഞ്ഞിരിക്കുന്ന ഏട്ടൻ്റെ മുഖമാണ്. നീണ്ട കാലത്തിന് ശേഷം അവൻ അവരുടെ അടുത്തേക്ക് ചെന്നു. ഏട്ടാ, അവൻ്റെ വിളി കേട്ട് രഞ്ജു നോക്കി. അപ്പോൾ തീർത്ഥയും തിരിഞ്ഞു നോക്കി. അവളെ കണ്ട അവനൊന്ന് ഞെട്ടി നിന്നു. അർജുനെ കണ്ട തീർത്ഥയുടെ മുഖഭാവവും വ്യത്യസ്തമായിരുന്നില്ല. അജുവേട്ടൻ, അവൾ മന്ത്രിച്ചു.